ആരുമില്ലേ? എന്നെ മനസ്സിലായോ? ഞാനേ പണ്ട് ടീച്ചറെ IT പഠിച്ചിരുന്നു. കമ്പ്യൂട്ടർ പുതിയ ഫാക്ടറൊക്കെ വന്നപ്പോഴേ ടീച്ചർമാർക്കൊന്നും അറിയേണ്ടത് ടീച്ചർ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി ഞാൻ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. മോഡൽ വോയിസിൽ അതെ എന്റെ പേര് ഓർമ്മില്ല. രതികുമാർ. രതികുമാർ, അതന്നെ രതികുമാർ. അന്ന് ഞങ്ങൾ എല്ലാരും കൂടെ പറയുകയും ചെയ്തു, ഒരു പ്രത്യേക തരം പേരാന്ന് അന്ന് പറയുണ്ടായി. ടീച്ചറെ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി വന്നതാ. എന്നെ അന്വേഷിക്കാത്തത് എന്താ ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു തോന്നല്? ഒരത്യാവശ്യം വന്നു. ടീച്ചറെ ഞാനേ ടീച്ചറുടെ ഒരു സഹായം ചോദിച്ചു വന്നതാണ്. എന്റെ സഹായോ എന്താണാവോ? ഞങ്ങളൊരു വെബ് സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നേരമൊക്കെ വേണ്ടേ? അപ്പൊ മണ്ണുണ്ണി മാമനും ചീങ്കണ്ണി മാഷും എന്നൊരു വെബ് സീരീസ്. അതില് മണ്ണുണ്ണി മാമനായിട്ട് അഭിനയിച്ചിരുന്ന ആള് അപ്പൊ ഞാൻ മണ്ണുണ്ണി മാമനെ അറിയില്ല. ടീച്ചർക്ക് എന്ത് ചെയ്യുന്നു? പണ്ട് മുതലേ പാടിക്കൊണ്ടിരുന്നാണ്. പിന്നെ കഥകളിയുണ്ട്, കൂടിയാട്ടുണ്ട്, കൂട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ എന്റെ പെയിന്റിങ്സ് ഒക്കെ നിർത്തി. ഞാൻ അതിനുള്ള നേരമില്ല. ഞാനപ്പോഴേ ഒരു പുലിക്കുട്ടിയുടെ മുന്നിൽ വന്ന് പെട്ട പോലെ ഉണ്ടല്ലോ. ഞാനിതൊക്കെ പഠിച്ച് ഇങ്ങനെ വരുന്നു തന്നെ ഉള്ളൂ, കുറച്ചൊക്കെ തന്നെ ഉള്ളൂ. പുലിക്കുട്ടിയൊന്നും പറയണ്ടാ. ഇത്രയധികം കലാരൂപങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് അവരിങ്ങനെ ആളത്തിന് നമ്മൾ വേറെ വിളിക്കണ്ടേ? ചിലർക്ക് താല്പര്യം ഉള്ളതുകൊണ്ടാണ്. അല്ല ആ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അപ്പൊ ആളെ നമുക്ക് ഈ മണ്ണുണ്ണി മാമനായിട്ട് അഭിനയിപ്പിക്കാനൊന്നും വിട്ടു തരാൻ പറ്റുമോ? കാരണം എന്റെ കൂടെ എന്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് വരുന്ന ആളാണ്. ഏത് കാര്യത്തിനും എന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അല്ല ആള് ഫ്രീ അല്ലേ? ഫ്രീ ആണെങ്കിൽ എനിക്ക് ഈ ഒരു എനിക്ക് ആളെ കിട്ടിയാൽ മതി. ഇത് ടീച്ചറൊരു കലാകാരിയാണ്. ടീച്ചറൊരു കലാകാരിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുല്ലപ്പൂമ്പൊടി അതുകൊണ്ട് ആൾക്കാരുണ്ടെങ്കിലോ അതെ അപ്പൊ ഗായകനെന്താ? ഇല്ല ഗായകൻ കലാകാരനാണല്ലോ. അപ്പൊ ടീച്ചറ് നമുക്ക് അദ്ദേഹത്തിന് ഒന്ന് വിട്ട് തന്നാൽ അല്ല ആൾക്കൊരു നേരം പോക്ക് വേണ്ടേ? ടീച്ചറെ സപ്പോർട്ട് ചെയ്യാ, ടീച്ചറെ കൂടെ ഇങ്ങനെ നടക്കുക. ശരി. ഇപ്പൊ നമ്മളുടെ ആവശ്യം ഇപ്പൊ നടക്കാത്ത ഒരു ഘട്ടമാണ്. എത്ര ദിവസം ഇപ്പൊ ഇതിനൊക്കെ പറഞ്ഞ് മാറ്റി വിളിച്ചിട്ടോ എന്റെ ശരി ശരി. അപ്പൊ ആളെ കിട്ടില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ആളെ കിട്ടാൻ കാര്യം ബുദ്ധിമുട്ടാണ്. പിന്നെ കാര്യം മാഷേ ഇതിനായിട്ട് തേടി പിടിച്ചിവിടെ വരെ വന്നൂലോ. ഒരു ദിവസം വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഒരു ദിവസം മതി. ഒരു ദിവസം കിട്ടി കഴിഞ്ഞാൽ ഒരു ദിവസം തരാം. അയാൾക്ക് ഏതെങ്കിലും ഒരു ദിവസമുള്ള സമയത്ത് ഞാൻ അയാൾക്ക് എന്റെ ഈ വെബ് സീരീസിലെ ഒരു കഥാപാത്രം ഉണ്ട്, മണ്ണുണ്ണി മാമൻ. അപ്പൊ ഒരു മണ്ണുണ്ണിയാണ് ആള്. അപ്പൊ അയാളായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് നോക്കാൻ വിചാരിച്ച. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഹായ്. അപ്പോ ഞങ്ങളുടെ മണ്ണുണ്ണി മാമനും ചീങ്കണ്ണി മാഷും വെബ് സീരീസിലെ മണ്ണുണ്ണി മാമനായിട്ട് ഇനി മുതൽ അഭിനയിക്കാൻ പോകുന്നത് ടീച്ചറുടെ ഹസ്ബൻഡായ ദേവദാസൻ സാറാണ്. പിന്നെ അദ്ദേഹത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അടുത്ത എപ്പിസോഡ് മുതൽ അദ്ദേഹമായിരിക്കും നമ്മളുടെ മണ്ണുണ്ണി മാമൻ. ഓക്കെ.
ഹലോ മിസ്റ്റർ ദേവദാസ്. മനസ്സിലായില്ല? ആ മനസ്സിലാക്കി തരാം. ഞാനേ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭാര്യനെ കണ്ട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്തോ ഒരു ദുശീലം എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടു. അതായത് നിങ്ങൾക്ക് അഭിനയിക്കാൻ എന്തോ ആഗ്രഹം ഉണ്ടെന്നോ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതല്ലേ, അത് ഞങ്ങളുടെ ഒരു വെബ് സീരീസ് ഉണ്ട്. അതിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആളെ അന്വേഷിച്ച് നടക്കായിരുന്നു. നിങ്ങളെ അതിന് തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. ആ ഞങ്ങളുടെ വെബ് സീരീസിൻ്റെ പേര് മണ്ണുണ്ണി മാമനും ചീങ്കണ്ണി മാഷും. അതിൽ മണ്ണുണ്ണി മാമനായിട്ട് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് കാണാം. അയ്യോ ഇന്ന് തിരക്കൂട്ടല്ലേ, നമുക്ക് കഥയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് കാണാം. ആ ഓക്കെ, താങ്ക് യു.